കൂടെ നമ്മുടെ ഒരു ലേൺ വൈസിന്റെ നമ്മുടെ അവസാനത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിലായിരുന്നു അല്ലെ. ഫസ്റ്റ് ഒരു കിക്ക് ഓഫ് എന്നുള്ള രീതിയിൽ എല്ലാവരും ബാച്ച്മേറ്റ്സിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഫസ്റ്റ് സെഷൻ. അതിനുശേഷം കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് കഴിഞ്ഞു. നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടുള്ള കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞു. ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ എന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ ടെക്നിക്കൽ ഇംഗ്ലീഷ് സ്കിൽസ്, അങ്ങനെ കുറച്ചധികം അല്ലെ. അതിന്റെ ഇടയിൽ നമ്മൾ ലേൺ വൈസ് കമ്മ്യൂണിറ്റിയെ പരിചയപ്പെട്ടു. അങ്ങനെ കുറച്ചധികം സെഷൻസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നമ്മുടെ ഇതിന്റെ ഒരു റാപ്പപ്പ് സെഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മുടെ ഓറിയന്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയി അല്ലെ മാം, ആ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അതായത് അക്കാഡമിക്കൽ ജേർണി നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും നാൾ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ മെന്റേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇനി അങ്ങോട്ടുള്ളത് ഒരു കറക്റ്റ് എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നടക്കേണ്ടത്. ഓരോ വീക്കിലി കോൾസിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അതേപോലെ അവർക്ക് മെന്റേഴ്സിന് ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ്, ക്ലാസ്സുകൾ, ലൈവ് റിവിഷൻ സെഷൻസ് എല്ലാം തന്നെ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. അസൈൻമെന്റ് വർക്കുകളൊക്കെ ടൈംലി തന്നെ സ്റ്റാർട്ട് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത്രയും ദിവസം കഴിഞ്ഞ സെഷൻസിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിയിലാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ലേൺ വൈസുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നമുക്ക് തരാനുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ദിവസത്തെ സെഷൻസിനെ പറ്റി അഭിപ്രായങ്ങൾ പറയാനുണ്ടോ, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡേ ആണ് ഇന്നത്തത്. അപ്പോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്ന അതേ എനർജിയോട് കൂടെ തന്നെ ഈ അവസാനത്തെ സെഷനിലും നിങ്ങൾ ഇരിക്കുക. ആ ഒരു എനർജി ഒട്ടും കുറയാതെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോ അതിനു മുമ്പ് ആരും വീഡിയോസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനിൽ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ സെഷനിലും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒന്നുമില്ല അല്ലെ. ഇന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ഒന്നുമില്ല. ഇന്നത്തേന് ശേഷമാണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ചില്ലായിട്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ സൈക്കോളജിയിലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ലീഡ് കൂടി ആയിട്ടുള്ള വൈഷ്ണവി മാം ഉണ്ട്. അതുപോലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അശ്വതി മാമും ഉണ്ട്. അപ്പൊ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഷ്ണവി മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. സുനിറ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് അല്ലെ, സെഷൻ 10. സെഷന്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, റാപ്പ് അപ്പ് ഫീഡ്ബാക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് സെഷൻ ആണ്. നമ്മളെല്ലാം കൂടി ആദ്യത്തെ ഒരു 9 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 സെഷൻ നമ്മൾ റാപ്പ് ചെയ്തിട്ട് കെട്ടിപ്പൂട്ടി നമ്മൾ ഇനി പഠിത്തത്തിലോട്ട് ഇറങ്ങുന്ന ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെഷൻ ആണിത്. അപ്പൊ ക്ലോസിംഗ് ദ ജേർണി ആൻഡ് ലുക്കിംഗ് എഹെഡ് അല്ലെ, നമ്മൾ എഴുതിയ പോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ ഈ ഒരു 1 to 10 നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പൊ ആ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് ഓർമ്മിക്കാം അല്ലെ, കാരണം ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓരോ സെഷന്റെ ഇടയിലും. അപ്പൊ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല, ചിലർ മിസ് ആയിട്ടുണ്ടാവും അല്ലെ, ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും കൂടി നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, ഒന്ന് റിവൈൻഡ് അടിക്കാം എന്താണ് എന്നുള്ളത് കേട്ടോ. ഇപ്പോ ഫസ്റ്റ് സെഷൻ എടുക്കുവാണെങ്കിൽ ക്വിക്ക് റീക്യാപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ സെഷൻ 1 എന്തായിരുന്നു നമ്മുടെ സ്പാർക്ക്, കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. പല പല ഗെയിംസും ഫൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻട്രൊഡക്ഷനും നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ പറ്റി അല്ലെ. നമ്മുടെ കൂടെ ആരാണ് പഠിക്കുന്നത്, ഒരു കോളേജിൽ പോകുന്ന സമയത്ത് ഒരു ഓറിയന്റേഷൻ സെഷൻ കോളേജിൽ കൊടുക്കുന്ന പോലെ തന്നെ ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സെഷൻ. അപ്പോ തമ്മിൽ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. എന്നെ പോലെ തന്നെ പലവരും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ സ്പാർക്ക്, കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞുള്ള സെഷൻ 1 എന്ന് പറയുന്നത്. സെഷൻ 2ലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ സിഇഒ ആയിട്ടുള്ള റഹീസ് സാർ ലീഡ് ചെയ്തിട്ടുള്ള സെഷൻ ആയിരുന്നു ഇഗ്നു അൺബൗണ്ട്, എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇഗ്നു എന്താണ്, അതിന്റെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 2 എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സെഷനിലേക്ക് വരുന്ന സമയത്ത് ലേൺ വൈസിനെ കുറിച്ച്, ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ്, സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന് ലേൺ വൈസിന്റെ ടെക്നിക്സും കാര്യങ്ങളും ടെക്നിക്കാലിറ്റീസിലും ഒക്കെ നമ്മൾ ടച്ചപ്പ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 3 എന്ന് പറയുന്നത്. സെഷൻ 4ലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം, നമ്മുടെ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെഷൻ 4ൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെഷൻ 5ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇല്യൂമിനേഷൻ, അലൂമിനി ആൻഡ് സക്സസ് സ്റ്റോറീസ് അല്ലെ, അതായത് നമ്മുടെ അലൂമിനീസ് നല്ല മാർക്കോടെ പാസ്സായിട്ടുള്ള നമ്മുടെ അലൂമിനീസിനെ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചൊരു സെഷൻ ആയിരുന്നു സെഷൻ 5 എന്ന് പറയുന്നത്.
പിന്നെ സെഷൻ 6 ലേൺ വൈസിലെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും ടീം മെമ്പേഴ്സിനെയും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ടീം മെമ്പേഴ്സിനെയും നിങ്ങൾ പരിചയപ്പെട്ടു. നമ്മുടെ മാനേജ്മെന്റ് അതോറിറ്റി എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 എന്ന് പറയുന്നത്. വൈൽ സെഷൻ 7 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹംന മാം ലീഡ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 7, ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആവും സെഷൻ 7 എന്നുള്ളത്. സെഷൻ 8 വരുന്ന സമയത്ത് കരിയർ പ്ലാനിങ് സ്കിൽ ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ ഒരു മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഫ്യൂച്ചർ കരിയർ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെ മേഖലകളിലാണ് നമുക്കൊരു വഴി തുറക്കാൻ പറ്റുക എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ സെഷൻ 8 നടത്തിയിട്ടുണ്ടായിരുന്നു. സെഷൻ 9 വരുന്ന സമയത്ത് വെൽബീങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. വളരെയധികം നമുക്ക് റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അക്ഷര മാമിന്റെ. നമുക്കറിയാം ഹാപ്പിനെസ് അംബാസിഡർ ആയിട്ടുള്ള അക്ഷര മാമിന്റെ ഈ ഒരു വെൽബീങ് ആൻഡ് ബാലൻസ് ഒരു സെഷൻ. ആൻഡ് സെഷൻ 10 നമ്മുടെ ലോഞ്ച് പാഡ് ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ്. സോ ഇത്രയും സെഷൻ നമ്മളൊന്ന് റിവൈൻഡ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് പലതും ഓർമ്മയുണ്ടാവും അല്ലെ. നമ്മൾ ആ സെഷനിൽ ഇത് ചെയ്തായിരുന്നു, ഈ സെഷനിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ടുള്ള ഒരു റീക്യാപ്പാണ് നമ്മൾ തന്നത്. സോ ഇതില് ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഏതാണ്. പക്ഷെ എപ്പോഴും ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് അതൊരു ഓർമ്മ പുതുക്കാൻ പറ്റുന്നത് അല്ലെ. സോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 9 സെഷനിലായിട്ട് നടന്നത് എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. സോ കാണാൻ പറ്റിയായിരുന്നോ സുനീറ? വീഡിയോ കണ്ടില്ലായിരുന്നോ? യെസ്, വിസിബിൾ ആയിരുന്നു. വിസിബിൾ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് 1 വേർഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എന്നുള്ളത് ഒരു 1 വേർഡ് റിയാക്ഷൻ ഒന്ന് ഇട്ടേ നിങ്ങൾ എല്ലാവരും. ഇമോജി ആയിട്ട് ചാറ്റ് ബോക്സിൽ ഒരു സൈൻ ഉണ്ടാകും, ഒരു ഇമോജി ഇടാനുള്ള ഒരു സൈൻ ഉണ്ടാകും. എല്ലാവർക്കും ഇടാട്ടോ. ബെസ്റ്റ് പെർഫോമേഴ്സിനെ നോക്കിയാലോ. നിങ്ങൾ എല്ലാം നന്നായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ തൊട്ടിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു 2-3 പേരെ ചൂസ് ചെയ്യാൻ ഉള്ളൊരു നിമിഷം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് എല്ലാ ആക്ഷൻ ടാസ്കും ചെയ്തത്, അതാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏറ്റവും ആക്റ്റീവായിട്ട് ഏറ്റവും ആക്ഷൻ ടാസ്ക് ഒക്കെ ചെയ്ത് എല്ലാ ഇതിലും പങ്കെടുത്ത് അത്യാവശ്യം നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരാന്ന്. ഫസ്റ്റ് എലിസബത്ത്, കൺഗ്രാറ്റുലേഷൻസ് എലിസബത്ത്. ഫിദ,
ആൻഡ് യമുന. സോ ഈ 3 പേരും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? നിങ്ങൾക്ക് യമുന, വിർച്വലി അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യാം കേട്ടോ. അതെ അതെ അതെ. യമുന, ചാറ്റ് ബോക്സിൽ എലിസബത്ത്, ഫിദ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ നിങ്ങള്? യെസ്, യമുന ഉണ്ട്. യെസ്, ഓക്കെ. യമുന എന്തെങ്കിലും കൺഗ്രാറ്റുലേഷൻ. പറയാനുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഫിദ ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു എലിസബത്ത് മിനിറ്റ്. ഉണ്ടല്ലോ. നിങ്ങൾക്ക് എലിസബത്തും പറയാനുണ്ടെങ്കിൽ ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ്. എലിസബത്ത്, ഫിദ, യമുന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എലിസബത്ത് ഉണ്ടേ. പറഞ്ഞോളൂ എലിസബത്ത്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാമോ എലിസബത്ത്? ഞാനൊരു നല്ല ഡ്രസ്സിലൊന്നും അല്ല. ഓക്കെ. താങ്ക് യു. എന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റൻഡ് ചെയ്തൊക്കെ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 3 സെക്ഷനോളം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്റെ മക്കളുണ്ടായിരുന്നു, പിന്നെ നൊയമ്പായിരുന്നു. അപ്പൊ എനിക്ക് വൈകുന്നേരം പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും താങ്ക് യു ഫോർ ലേൺ വോയിസ്. എന്റെ കൂടെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ എന്റെ കൂടെ ഏറ്റവും കട്ടക്കായിട്ട് നിൽക്കണം. എനിക്ക് എവിടെങ്കിലും ഒക്കെ ഒരു ഡൗൺ ആവണം, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവരണം. ഇതൊരു തുടക്കമാവട്ടെ എലിസബത്ത്, എന്തായാലും കേട്ടോ. താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫിദയും യമുനയും ഉണ്ട്, ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഫിദ ഉണ്ടോ? യമുന ഉണ്ട്. ഫിദ ഉണ്ടോ ഇവിടെ? ഫിദ ഒന്ന് ക്യാമറ ഓൺ ആക്കാമോ പറ്റുവാണെന്നുണ്ടെങ്കിൽ? പ്രഗ്നന്റ്. അതെയോ, കുഴപ്പമില്ല. സംസാരിച്ചോളൂ ഫിദ. യമുന ഉണ്ട്. യമുന വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫിദ എന്തെങ്കിലും പറയാനുണ്ടോ? അതോ യമുന സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ യമുന. അതിന് ലേൺ ബേസിൽ ചേർന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ആദ്യമേ. പിന്നെ ഇതിൽ ചേർന്നുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോ ക്ലാസ് സെഷൻ കേൾക്കുമ്പോഴും കോൺഫിഡന്റ് കൂടെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റും. ഒരുപാട് ഗ്യാപ്പ് വന്നു. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം എനിക്ക് കുറച്ചുകൂടെ ടഫാണ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുന്നതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നോക്കാം എങ്ങനെ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. പരമാവധി ക്ലാസ് കേൾക്കുന്നുണ്ട്. എല്ലാ കിട്ടുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു യമുന. സോ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. സോ ഒന്നുകൂടി നമുക്ക് ഇവരൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാം, എലിസബത്ത്, ഫിദ, യമുന. ഓക്കെ, സോ ഇവിടെ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് ഫോം. സോ നമ്മൾ ഫീഡ്ബാക്ക് ഫോം അയക്കും കേട്ടോ നിങ്ങൾക്ക്. ഈ ഫീഡ്ബാക്ക് ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഓറിയന്റേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, സോ ഫീഡ്ബാക്ക് ഫോമിൽ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ OP 9.0 ഓൺലൈൻ അസസ്മെന്റ് അയക്കുന്നതായിരിക്കും. സോ ഈ ഓൺലൈൻ അസസ്മെന്റിന്റെ മേജർ പേർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് ഇഗ്നോനെ കുറിച്ച് എത്രമാത്രം നിങ്ങൾക്ക് അറിയാം, അതുപോലെ പ്രോഗ്രാം സ്പെസിഫിക്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്ന് നോക്കുന്നതാണ്. അതിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് ഇഗ്നോ ക്വസ്റ്റ്യനും 2 കോഴ്സ് സ്പെസിഫിക് എംസി. നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് പേടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് നിങ്ങൾ അത് ചെയ്താൽ മതി. ഒരു ഓൺലൈൻ അസസ്മെന്റ് ഇഗ്നോന്റെ, അതായത് ഇത്രയും സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ചോദിക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ന്യൂ ഹൊറൈസൺസ് ഫോം എന്നുള്ളൊരു ഫോം ഓൾറെഡി നിങ്ങളുടെ മെന്റർ അയച്ചു തന്നിട്ടുണ്ടാകും. സോ ആ ഫോമും കൂടി നിങ്ങൾ പൂരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ 3 ഫോമും പ്രയോറിറ്റി ബേസിസിൽ തന്നെ 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. എസ്പെഷ്യലി ഫീഡ്ബാക്ക് ഫോം ഇന്ന് തന്നെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് അതിനനുസരിച്ച് നമുക്ക് ക്രിറ്റിസിസംസ് ആണെങ്കിലും സജഷൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഓറിയന്റേഷൻ സെഷൻ, നെക്സ്റ്റ് ബാച്ചിന്റെ ഓറിയന്റേഷൻ സെഷൻ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. സോ
നമുക്ക് ഫീഡ്ബാക്ക് ടൈമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ക്വാർട്ടറിൽ എൻഡ് ചെയ്യാം. സോ യുവർ ഓറിയന്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ ബട്ട് യുവർ സക്സസ് ജേർണി ജസ്റ്റ് ബിഗിൻസ് അല്ലെ. നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ 10 കഴിഞ്ഞു, പക്ഷെ ഇനിയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ജേർണി, നിങ്ങളുടെ സക്സസ് ജേർണിയോടെ തുടങ്ങുന്നത് അല്ലെ. നമ്മൾ പഠിക്കാനൊക്കെ തുടങ്ങി, ലൈവ് സെഷൻസ് ഒക്കെ കാണാനും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് വേയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ലേൺ വൈസിൽ ഒരു ടോപ്പർ വരെ ഉണ്ട് നമുക്ക് അല്ലെ. കലൂർ RC സെന്ററിൽ ഒരു ടോപ്പർ വരെ ഉണ്ട് ലേൺ വൈസിൽ പഠിച്ചൊരു സ്റ്റുഡന്റ്. സോ അതുപോലെ നിങ്ങൾക്കും ടോപ്പ് മാർക്ക് വാങ്ങി അസൈൻമെന്റ്സിലും ടോപ്പ് മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ടോപ്പർ ആവാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലെ. സോ നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ഈസി ഫോർ യു. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ എവറി എൻഡ് ഇസ് എ ന്യൂ ബിഗിനിങ്. ഗോ ഫോർത്ത് ആൻഡ് സക്സീഡ് ഇൻ യുവർ ഇഗ്നോ ജേർണി. ഓക്കെ, സോ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാൻ വേണ്ടി, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമുക്ക് ഫീഡ്ബാക്ക് നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ബാച്ചിന്റെ സെഷൻസ് സൂപ്പർ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആരാണ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഷ്വൽ ആയിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 10 സെഷൻസ്, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ആരാണ് മുന്നോട്ട് വരിക? എലിസബത്ത്. എലിസബത്ത്, പറ എലിസബത്ത്. എനിക്ക് ഫസ്റ്റ് സെക്ഷൻ 5th സെക്ഷൻ വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6th, 7th, 8th, 9th ഞാൻ അറ്റൻഡ് ചെയ്തത് ഓൺലൈൻ അല്ല, നോർമലി അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ ഈ 8 സെക്ഷനിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ, എനിക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ പറ്റി, അതിന്റെ ടീം മെമ്പേഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റി, പിന്നെ ഇഗ്നോയെ കുറിച്ച് മനസ്സിലായി. ഇത് മൂന്നും എനിക്ക് കുറച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ട മെന്റൽ ഹെൽത്തിൻ്റെത്, അത് നമ്മളുടെ തന്നെ ഈ പഠിത്തത്തിന്റെ ഒരു ഭാഗം കൂടെ ആയതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമായി. പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. 8 സെക്ഷനിൽ ഇത് ഇത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷൻ. പിന്നെ എല്ലാവരും ലേൺ വൈസിൽ എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലായി. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും നമുക്ക് മനസ്സിലായി. പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. എന്റെ മെന്റർ ആയാലും ഓരോരുത്തരും സംസാരിച്ചവരൊക്കെ ആയാലും എനിക്ക് ഭയങ്കര, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത മോൻ ഹോട്ടലില് ജോലിയാണ്, അവനിപ്പം മാരിയറ്റില് DHMCT കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അവന് MBA എടുക്കണം. അപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ലേൺ വൈസ് സജസ്റ്റ് ചെയ്തത്. നീ ലേൺ വൈസ് എടുക്കും, നിന്നെ ഹെൽപ്പ് ചെയ്യും, ഇത് മെന്റർ ആണെങ്കിൽ നിനക്ക് ഹെൽപ്പ് കിട്ടും, അപ്പൊ നിനക്ക് കറക്റ്റ് സമയത്ത് എല്ലാം ചെയ്യാൻ പറ്റും. അവനിപ്പോ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. അപ്പൊ അവന് ചേരണമെന്നുണ്ട്. അപ്പൊ ഇപ്പം ഈ വർഷം ചേരാൻ പറ്റിയില്ലെങ്കിൽ കൂടി 6 months കഴിയുമ്പോൾ അടുത്ത ജോയിനിങ്ങിൽ അവൻ ജോയിൻ ചെയ്യും. അപ്പം എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാനിത് പറയുന്നുണ്ട്. കാരണം ലേൺ വൈസിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തേ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്തോരം കോഴ്സ് വേറെ പോയി ചെയ്തിട്ടുണ്ടെന്നറിയാം. ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം. മീൻസ് എനിക്ക് ഇഗ്നോ ചേർന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഗ്നോ മാത്രം പോരാ. ഇഗ്നോ വെറും സ്റ്റഡി മെറ്റീരിയൽസ് തരും, നമ്മൾ തന്നെ പഠിക്കണം. പക്ഷെ അത് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്ര എടുത്ത് പോയി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. കേരള യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും പകുതി ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്കൊരു കണ്ടിന്യൂ ചെയ്യാൻ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഞാനൊരു സിംഗിൾ മദർ കൂടി. അപ്പം ഭയങ്കര ജോലി ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് എനിക്കൊരു ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ലേൺ വൈസ് എന്നൊരു ആപ്പ് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. എനിക്ക് ഒറ്റയടിക്ക് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഇഗ്നോയിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു. എന്നെ കൊണ്ട് ഏകദേശം ഞാനിപ്പോ സൈക്കോളജിയുടെ ഏകദേശം ഒരു 10-22 ക്ലാസ്സോളം ഞാൻ കേട്ടു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ അടുത്ത ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ലേൺ വോയ്സ് തരുന്നുണ്ട്. നമുക്കൊരു അസൈൻമെന്റ് ചെയ്തോളാനും, അല്ലെങ്കിൽ SLM ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ്, മീൻസ് ഒബ്ജക്റ്റീവ് വൈസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് നമുക്ക് അറിയുന്നല്ലോ, നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ്. പിന്നെ ഞാനൊരു 45 അപ്പൊ ആ ഒരു ഏജിലൊക്കെ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ട്. എനിക്കിപ്പം ഞാൻ ഫസ്റ്റ് തൊട്ട് 10th വരെ പഠിച്ചിട്ടുണ്ട്, പിന്നെ +2, പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പലവട്ടം ചേരുന്നതാണ്, പിന്നെ ഒത്തിരിയും ഡിപ്ലോമ കോഴ്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കിട്ടാത്തൊരു സപ്പോർട്ടാണ് എനിക്ക് ലേൺ വൈസ്. എന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെ കുറിച്ച് ഞാൻ ഇനി എവിടെയൊക്കെ പോകണമെങ്കിലും, ഞാൻ എവിടെ പോയാലും ഞാനത് പറയും. കാരണം സപ്പോർട്ട് കിട്ടി പഠിക്കാൻ ആഗ്രഹിച്ച് വീട്ടിൽ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടെയും, ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബിനികളോടെയും ഞാൻ പറയും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലേൺ വൈസ് എന്നൊരു ആപ്പ് ഇതിനു മുമ്പേ വന്നിരുന്നെങ്കിൽ കുറെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയനെ. കാരണം സപ്പോർട്ട് കിട്ടാതെ, മനസ്സിലാവാതെ പഠിക്കാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവർക്ക് ഒരു മെന്ററെ പോലാണ്.
കൈത്താണ്. അത് നിങ്ങൾ ഭയങ്കര എപ്പോഴും നിങ്ങളെ എനിക്ക് എപ്പോഴും ഞാൻ മറക്കത്തില്ല. നിങ്ങൾ അത്ര എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ എനിക്ക് പഠിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വല്ല PhD ഒക്കെ എടുത്തേനെ. അതെനിക്ക് പറ്റില്ല. ഇപ്പോഴേ എനിക്ക് പറ്റൂ എടുക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് എലിസബത്ത് ബേജാറാവണ്ട, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ചിലപ്പോ ഇപ്പോഴായിരിക്കും എലിസബത്തിന് പഠിക്കാനായിട്ട് യോഗം വന്നത് അല്ലെ. അപ്പൊ ഇനിയും PhDക്ക് വയസ്സൊന്നുമില്ല, നമുക്ക് 50-60 വയസ്സിലും PhD എടുക്കാൻ പറ്റും. എന്നാലും നമുക്കൊരു മീൻസ് ഇതിപ്പം ഞാൻ കല്യാണം കഴിച്ച സമയത്തൊക്കെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ആ സമയത്തൊക്കെ എനിക്ക് നോർമലി എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എന്നെ ചെയ്യായിരുന്നെന്നറിയോ. എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ഹാപ്പി ഉണ്ട്. ഉണ്ടല്ലോ 4 കൊല്ലത്തിനുള്ളിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ MSW ഏതെങ്കിലും ഒന്ന് എടുക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഇതുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ മുമ്പിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ, കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഈ പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കാം. ഒരു സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇതിന് മുമ്പ് പാസ്സാവായിരുന്നു. അതാ. അതെ, പക്ഷെ നമ്മൾ ഇപ്പൊ എന്തായാലും ഇവിടെ എത്തിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ 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 അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും നമ്മൾ കുറെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭൂമി നമുക്ക് ഇങ്ങനെ 4 ചുറ്റും നിൽക്കുന്ന പ്രകൃതി നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പറയുന്ന കണക്കാണ്. ഇത് ലേൺ വൈസിന്റെ ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ അതിന്റെ ഒരു അതോറിറ്റി ഇത് തുടങ്ങാൻ തോന്നിയതും ഇത്രയും ആൾക്കാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാനും ഭയങ്കര മീൻസ് അതൊക്കെ ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ ആഗ്രഹം പലരുടെയും മനസ്സിൽ മുളച്ച ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണല്ലോ. അങ്ങനെയാണല്ലോ അദ്ദേഹം ഇങ്ങനെ വലിയൊരു സംരംഭം ഇതിങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ കാരണം. അതിന് ഭയങ്കര ബിഗ് താങ്ക്സ്. അദ്ദേഹത്തിന് വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. താങ്ക് യു. ഒബ്വിയസ്ലി നമ്മുടെ CEO ഫൗണ്ടേഴ്സ് ഒക്കെ ഇത് കേൾക്കും എന്തായാലും യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അവർക്ക് വലിയ സന്തോഷമായിരിക്കും കേട്ടോ എലിസബത്തിന്റെ ഈ വാക്കുകള്. ഓക്കെ താങ്ക് യു സോ മച്ച് എലിസബത്ത്. താങ്ക് യു. വേറെ ആരാണ് ഇനി മുന്നോട്ട് വരുന്നത് ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്? ഹലോ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഞാനും ഒത്തിരി ബ്രേക്കിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും പഠിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹമായിട്ട് ഇതിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ ഈ ക്ലാസ് ഇന്നാണ് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണത്, സൂം മീറ്റിംഗ്. എനിക്ക് ഇപ്പൊ 10 സെഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നാണ് എന്റേത്, ഇന്നാണ് ജോയിൻ ചെയ്തിരിക്കണത്. അത് കുഴപ്പമില്ല. അതിന്റെ മെന്റർ ഈ കഴിഞ്ഞ എല്ലാ സെഷൻസിന്റെയും ലിങ്ക് അയച്ചു തരും കേട്ടോ. കുഴപ്പമില്ല. അപ്പൊ അതില് നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എലിസബത്ത് സംസാരിച്ച പോലെ എനിക്കും പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു. ഞാൻ പകുതിക്ക് വെച്ചിട്ട് എന്റെ പഠനം നിർത്തിപ്പോയതാണ് പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം, കാരണം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. പഠിക്കാന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ്. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് എനിക്ക്. പഠിക്കാം ഹാർഡ് വർക്ക് ചെയ്യാം, അതൊക്കെ തയ്യാറാണ്. പക്ഷെ എനിക്ക് സപ്പോർട്ട് വേണം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. സപ്പോർട്ട് കൊടുക്കാനാണല്ലോ നമ്മള്. മെന്റർക്ക് എന്തായാലും ഗൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ് വരുന്ന എക്സ്പീരിയൻസ് പറയാനായിട്ട്? കേൾക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഷിന നമ്മുടെ സെഷൻസ് എല്ലാം? സെഷൻസ് ഞാന് പറഞ്ഞ പോലെ ആദ്യത്തെ 2-3 സെഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്കും ഞാന് ഇതേപോലെ +2 കഴിഞ്ഞ് നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മള് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുമ്പം വെറും +2 ആയി നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മള് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെറും +2 എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ കുറെ വർഷമായി ഡിഗ്രി എന്നുള്ള ഒരു ഇത് മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത് കാണാറുണ്ട്, ഈ ലേൺ വൈസ്. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ നമ്പറിൽ വിളിച്ച്. അപ്പൊ അന്ന് ഫസ്റ്റത്തെ കോളില് ആരാ എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് അറിയില്ല, പേര് അറിയില്ല. പക്ഷെ ലാസ്റ്റ് മാഡം പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ഉണ്ടാവും ട്ടോ. അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. കാരണം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഞാൻ ചെയ്തിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങളും ഉണ്ട്. മീൻസ് മര്യാദയ്ക്ക് എന്താ പറയാ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോളൂ.
അതായത് സെക്കൻഡ് സെം ആയപ്പോ ഇതേപോലെ ഭയങ്കര പ്രശ്നം, അതായത് പഠിക്കാൻ വരെയൊക്കെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പൊ അവര് പറഞ്ഞു എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ഒരു ഇമോഷണലായി ഞാൻ. ഒരാളുണ്ട് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ, നമുക്ക് അറിയാത്ത വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ നേരെ വന്ന് ജോയിൻ ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുക ഞാൻ ഈ ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഇനി പറഞ്ഞ പോലെ ബാക്കി കുറച്ച് സെഷൻസ്, ആ റെക്കോർഡ് സെഷൻസ് ഒക്കെ കാണണം. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പൊ നിങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് അറിയാം. അപ്പൊ അത്രേ പറയാനുള്ളൂ. ഷുവർ അശ്വിൻ, എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ശ്രീകല ഒന്നും ഇല്ലേ ഇവിടെ? സന്ധ്യ, രമ്യ, അപ്പോ ഹലോ, ആരാണത്? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്യാട്ടോ, ഭയങ്കര ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഷെയർ ചെയ്യാം. അശ്വിന ഓക്കെ റെഡി ആണെന്ന് തോന്നുന്നു അല്ലെ? അശ്വിന പറഞ്ഞു, അശ്വിന ഇപ്പൊ പറഞ്ഞത്. ഓക്കെ സോറി. ഇനി നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല കേട്ടോ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അല്ലേ. ഇനി നമുക്ക് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, ലൈക്ക് ക്രിസ്മസും ഓണവും അതുപോലെയുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഇതുപോലെ ഒരു അല്ലെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനൊക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടില്ല. അതെ, അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എന്തിനെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഹലോ മാം. സന്ധ്യ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ സന്ധ്യ. സന്ധ്യ കേൾക്കാം. ഞാൻ സ്മിജയാണ്. സ്മിജ പറഞ്ഞു. സ്മിജ ക്യാമറ ഓൺ ആക്കാൻ പറ്റുവാണെങ്കിൽ? ഹലോ, ഞാൻ ഇപ്പൊ പുറത്തല്ലേ, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തത്. കുഴപ്പമില്ല പറഞ്ഞോളൂ സ്മിജ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് സൈക്കോളജിയിൽ ഇത് ചെയ്യണം എന്നുള്ളത്, ഡിഗ്രി ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് പലരിടത്തും ചോദിക്കുമ്പോഴും അവർക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ ഇഗ്നോനെ പറ്റിയിട്ട് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവര് എല്ലാരും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോ ഭയങ്കര ടഫാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. അപ്പം നമ്മളിതിങ്ങനെ ഇപ്പം നേരത്തെ എലിസബത്ത് സംസാരിച്ച പോലെ തന്നെ നമ്മൾ കുറേ ആഗ്രഹിക്കുമ്പം നമ്മുടെ മുന്നിൽ കൊണ്ടുതരാന്ന് പറയില്ലേ. അപ്പോ അതുപോലെ കുറേ ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു റാൻഡംലി ഞാൻ യൂട്യൂബിലാണ് നിങ്ങളുടെ ആഡ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചു, വിളിച്ചു. അങ്ങനെ അന്ന് തന്നെ ജോയിൻ ചെയ്തത്. കാരണം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈമും പോവാണ്. കാരണം കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, ഓൾറെഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ രണ്ട് അഭിപ്രായമായിരിക്കും. അപ്പം ഒന്നും ആലോചിച്ചില്ല, ജോയിൻ ചെയ്തു. എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് അത്ര ആഗ്രഹമുണ്ട്. അപ്പം പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ആണ് അവര് വിളിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ക്ലാസ് കാണും. എന്നാൽ തന്നെ എനിക്ക് സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വർക്കിംഗ് ആണ്, ഞാന് ഒരു KG സെക്ഷനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ സ്കൂളിലെ കുറച്ച് ആനുവൽ ഡേയും സെലിബ്രേഷന്റെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സെഷൻസ്. പക്ഷെ നമ്മൾ എങ്ങനെയാ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്. അത്രയും സപ്പോർട്ടീവ് ആണ് മെന്റേഴ്സ്. സന്ധ്യ നേരത്തെ തോന്നുന്നു അല്ലേ? പറഞ്ഞു. ഞാൻ ഇതുപോലെ +2 കഴിഞ്ഞ് കുറെ വർഷമായി പഠിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതുവരെ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ജില്ലാ കോടതിയിൽ PLBI വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഡ്യൂട്ടി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇതുവരെയായിട്ട് ടൈമൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പഠിക്കാൻ പറ്റുമോന്ന് ഇപ്പോഴും വലിയ ഒരു ടെൻഷനിൽ തന്നെയാണുള്ളത്. പഠിക്കാനൊക്കെ പറ്റും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ടൈമിന്റെ മെയിൻ പ്രശ്നം, ടൈം അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം, അതൊന്നും പേടിക്കണ്ട കേട്ടോ. മെന്റർ ആയിട്ട് സംസാരിച്ചാൽ മതി, മെന്റർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നത്.
ഡെയിലി 1 to 2 hours മാത്രം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ പോലും നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നമ്മുടെ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അത്രയും കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം ഒരു ആവറേജ് കാലിബർ ഉള്ളവർക്ക് ഒരു 1 to 2 hours സ്പെൻഡ് ചെയ്താൽ തന്നെ അസൈൻമെന്റ് വർക്ക്സും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് പോവാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പഠനം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതേപോലെ ലൈവ് റിവിഷൻ സെഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ സെഷൻസ് ആണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് കണ്ടക്ട് ചെയ്യുന്നത്. അതും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ലൈവിനി അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ റെക്കോർഡ് വേർഷൻസ് നമ്മൾ അവൈലബിൾ ആക്കി തരും. പക്ഷെ എന്നാലും നിങ്ങൾ ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ലൈവായിട്ട് നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന എഫക്റ്റ് വേറെ തന്നെയാണല്ലോ. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് തോന്നാം, അത് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു പഠിക്കാൻ സമയമില്ല എന്നുള്ളതിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതെ. സോ ഇനി ആരാ നെക്സ്റ്റ് ആർക്കാണ് ഇവിടെ? നിങ്ങളുടെ ലൈവ് ക്ലാസ് എപ്പോ ആരംഭിക്കുന്നത്? നമ്മൾ പറയും കേട്ടോ, ടൈം ടേബിൾ പ്രകാരം നോക്കിയാൽ മതി. നമ്മൾ ബാക്കി ഇൻഫർമേഷൻ ഒക്കെ പറയും കേട്ടോ. ഓക്കെ, നാളെ തൊട്ടാണ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുണ്ട്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഇന്ന് കഴിഞ്ഞു. ഇന്ന് ഓറിയന്റേഷൻ കഴിഞ്ഞ് നാളെ തന്നെ റിവിഷൻ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇംഗ്ലീഷിലാണ് തുടങ്ങുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 4 പേപ്പേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു സുനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നാല്, അല്ലേ? ആരും മുന്നോട്ടേക്ക് വരുന്നില്ല ഫീഡ്ബാക്ക് പറയാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഫോമിലേക്ക് സെൻഡ് ചെയ്താൽ അതെ, മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഫോം ഓറലി എഴുതിയാൽ മതി. നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക. വെൻഡേഴ്സ് ഷെയർ ചെയ്യും, നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ സെഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജേർണി നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലൈവ് സെഷൻസ് ഒക്കെ പക്കയായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടിന് ലേൺ വൈസ് ടീം ഉണ്ട്, നിങ്ങളുടെ മെന്റർ ഉണ്ട്. സോ മെന്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ പറഞ്ഞിട്ടുള്ള ഫോംസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യണം കേട്ടോ. അത് മാത്രം ഒന്ന് റിമൈൻഡർ വെക്കുക. ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് ഫോമിൽ ഇടാം കേട്ടോ. അപ്പൊ ഓക്കെ, സോ ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ എവരിവൺ, ബൈ, സീ യു സൂൺ, ബൈ.